ഇവിടെ എന്ത് പ്രധാന സംഭവം ഉണ്ടായാലും ആദ്യ അവസാനം നീ ഇവിടെ കാണുമല്ലോ. പിന്നെ ഇപ്പൊ മാത്രം എന്താ കല്യാണത്തിന് തല കാണിച്ചിട്ട് നീ അങ്ങ് പോയത്? സദ്യ കഴിക്കാൻ പോലും നിന്നില്ലാന്നാണല്ലോ മഞ്ജു പറഞ്ഞത്. അത് പിന്നെ കൂട്ടുകാരൊക്കെ ഒന്ന് സൽക്കരിക്കാനുണ്ടായിരുന്നു. മനസ്സിലായി മനസ്സിലായി. കൂട്ടുകാരെ സൽക്കരിച്ചതിന്റെ കുഴച്ചില് നിനക്ക് നന്നായിട്ടുണ്ട്. ഡാ, നീ മൂക്കറ്റം കുടിച്ചിട്ടാ വന്നതല്ലേ? അങ്ങനെയൊന്നും ഇല്ല അമ്മായി. പിന്നെ ചെറുതായിട്ടൊന്നും മിനിങ്ങി. കണ്ണന്റെ കല്യാണം ഒരിക്കലും നടക്കില്ലെന്ന് നമ്മളൊക്കെ കരുതിയ. അതിന് വിപരീതമായിട്ട് കല്യാണം നടന്നെന്ന് മാത്രമല്ല, കല്യാണ പെണ്ണിനെ കണ്ടപ്പോ എന്റെ കിളി അങ്ങ് പോയി. അതെന്താടാ നീ അങ്ങനെ പറഞ്ഞത്? അത് അവളുടെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട് അമ്മായി, അവള് ആള് ശരിയല്ലെന്ന്. തളർന്നു പോയവനെ താരാട്ട് പാടി ഉറക്കിയിട്ട് അവനെ വശത്താക്കിയിട്ട് ഉള്ളതെല്ലാം അടിച്ചു മാറ്റിക്കൊണ്ട് അവളൊരു ദിവസം അവളുടെ പാട്ടിനങ്ങ് പോവും. മോനെ, ദേ എനിക്കും അങ്ങനെ ഒരു ഭയം ഇല്ലാതില്ല. അതുകൊണ്ട് നീ ഇവിടെ തന്നെ വേണം. നിനക്കായിട്ട് ഇവിടെ ഒരു മുറി മാറ്റിയിട്ടിട്ടില്ലേ? പിന്നെ ഏത് നേരവും നീ നിന്റെ വീട്ടിൽ പോയി താമസിക്കണ്ട. കണ്ണന്റെ നിഴലായിട്ട് നീ ഏത് നേരവും അവന്റെ കൂടെ തന്നെ വേണം. അതിനെന്താ ഇത്ര ആലോചിക്കാൻ? ഒരുത്ത് കേറി വന്നെന്ന് കരുതി കണ്ണൻ നിന്നെ മാറ്റി നിർത്താനൊന്നും പോകുന്നില്ല. ഞാൻ ചിലതൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടമ്മായി. എന്ത് വൃത്തികെട്ട കളി കളിച്ചിട്ടായാലും ഞാനും അമ്മായിയും സ്വപ്നം കണ്ടതൊക്കെ നടക്കണം. അത് നടന്നു തന്നെ ആവണം. ഉറങ്ങണം. ഇന്നലെ ഈ നെഞ്ചി കിടന്നപ്പോ പെട്ടെന്ന് ഉറക്കം വന്നല്ലേ പറഞ്ഞത്? വല്ലാത്തൊരു സുരക്ഷിതത്വം തോന്നുന്നു പറഞ്ഞിരുന്നു. അത് സത്യ. കണ്ണേട്ടന് തണലായിട്ടാണ് ഞാൻ വന്നതെങ്കിലും ഇപ്പൊ അതിനേക്കാളും തണലിട്ടിരിക്കുന്നത് എനിക്കാ. ഈ അരയ്ക്ക് താഴോട്ട് തളർന്ന് ഞാനെങ്ങനെയാ തനിക്ക് തണലാവുന്നത്? ഒരു സ്ത്രീക്ക്, ഒരു പെൺകുട്ടിക്ക് തണലാകുന്നത് അവളുടെ കൂടെയുള്ള പുരുഷന്റെ ആരോഗ്യം മാത്രമാണോ? കൂടെയുള്ള ആണിന്റെ ഒരു വാക്ക്, സാന്ത്വനപ്പെടുത്തൽ, അതൊക്കെ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം മറ്റെന്തിനേക്കാളും പ്രിയപ്പെട്ടതാ. ഞാൻ എൻ്റെ അമ്മയിൽ നിന്ന് മാത്രമേ കണ്ണേട്ടം പറയുന്നത് പോലുള്ള വാക്കുകൾ കേട്ടിട്ടുള്ളൂ. നമ്മളെ തമ്മിൽ കൂട്ടി യോജിപ്പിച്ചത് ഞാനും കണ്ണേട്ടനും ഒക്കെ വിശ്വസിക്കുന്ന ദൈവങ്ങളാ. അതുകൊണ്ടിനി പൂജാമുറിയിൽ കയറാതിരിക്കരുത്, അമ്പലത്തിൽ പോകാതെ ഇരിക്കരുത്. അത് മാത്രം നടക്കില്ല മഹി. യാത്രകൾ എനിക്കിഷ്ടമായിരുന്നു ഒരു സമയത്ത്. എന്നാലിപ്പോ അതിനൊട്ടും താല്പര്യമില്ല. അത്യാവശ്യത്തിന് മാത്രമേ ഞാൻ എങ്ങോട്ടെങ്കിലും പോവാറുള്ളൂ. കാലിന് സ്വാധീനമുള്ളവനാണ് ഓടിച്ചാടി നടക്കാൻ ഇഷ്ടപ്പെടുന്നത്. സ്വയം പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു വീൽചെയർ ഇല്ലായിരുന്നെങ്കിൽ അവിടെ എന്നെ ഉന്തി തള്ളിക്കൊണ്ടുപോകാൻ ഒരാളും വേണ്ടി വന്നേനെ. ഇനി വീൽചെയർ ഇല്ലെങ്കിലും കണ്ണേട്ടം പോകേണ്ടിടത്തൊക്കെ പോവും. എന്റെ കാലിന് സ്വാധീനമുള്ളിടത്തോളം കാലം. ഏത് ദൈവത്തെ കണ്ണേട്ടം മറന്നാലും അയ്യപ്പസ്വാമി മറക്കരുത്. നമ്മളെ ഒന്നിപ്പിച്ചത് അയ്യപ്പസ്വാമിയാണെന്ന എന്റെ വിശ്വാസം. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഫെബ്രുവരി 15 ശനിയാഴ്ച ആരംഭിക്കുന്നു. ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.